അഞ്ചാമനെ കിട്ടാതിരിക്കുന്ന അഞ്ചാമനാണ് ഇതെല്ലാം കൂടി വാരി വെച്ച്. ഇതിനിടയിൽ 10,2500 കിലോഗ്രാം വരുന്ന സ്ഫോടക വസ്തുക്കൾ പിടിച്ചു. ഇതിനിടയിലാണ് 10,300 കിലോഗ്രാം വരുന്ന സ്ഫോടക വസ്തു എടുത്തുകൊണ്ട് ഇയാൾ പോയി എന്നാണ് പറയുന്നത്. ഒരിക്കലും ഇയാളൊരു സ്ഫോടനത്തിന് വേണ്ടി വന്നതല്ല. കാരണം ഈ ചാന്ദിനി ചൗക്കിലോ അതുപോലുള്ള ആൾക്കൂട്ടമുള്ള സ്ഥലത്ത് വണ്ടി കൊണ്ട് പോണ്ടേ, എവിടെയെങ്കിലും വണ്ടി ഇടിച്ചു കയറ്റണ്ടേ? ഇതൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഇയാൾ മൂവിങ്ങിലായാണ് വണ്ടി, ഇയാൾ മൂവ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നത്. പത്രവാർത്തകൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇയാൾ രാവിലെ 7:30 മണിക്കോ മറ്റോ അവിടെ നിന്ന് ഇറങ്ങി, അയാൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സ്ഫോടക വസ്തുക്കളുമായിട്ട് ഒരു ദിവസം മുഴുവൻ അദ്ദേഹം നടന്നു. ഇത് എവിടെയാണെന്ന് ഡിസ്പോസ് ചെയ്യുക. കാരണം പോലീസ് കൊണ്ടുപോകും അദ്ദേഹത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ, ഡിസ്പോസ് ചെയ്യാൻ. കൂടെയുള്ളവരെ പിടിച്ചു കഴിഞ്ഞു അതിൻ്റെ സ്ഫോടക വസ്തുക്കളുമായിട്ട്. അപ്പോൾ കൂടെയുള്ളവരെ പിടിച്ച് സ്ഫോടക വസ്തുക്കളായിട്ട് പിടിച്ചപ്പോൾ തന്നെയും പിടിച്ചാൽ സ്ഫോടക വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുമല്ലോ, അല്ലെങ്കിൽ താൻ അകത്താവുമല്ലോ എന്ന് വിചാരിച്ച് ഇദ്ദേഹം രക്ഷപ്പെട്ടതാണോ? അങ്ങനെ ഇദ്ദേഹം വളരെ സൈലൻ്റായി ഇങ്ങനെ കാർ കൊണ്ട് നടന്നൊരു പ്രത്യേക ഘട്ടത്തിലെത്തിയപ്പോൾ അടച്ച കാറിനകത്ത് സ്ഫോടക വസ്തുക്കൾ ഇരുന്നാൽ നമുക്കറിയാം, വായു സഞ്ചാരം ഒന്നിലിരുന്നാൽ അത് പൊട്ടും. അങ്ങനെ പൊട്ടിച്ചാവേറ് കൂടി ആയതാണോ? ഇതൊക്കെ വളരെ ഗൗരവമായി NIA അന്വേഷിക്കുന്നുണ്ട്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് പകരത്തിന് പകരം കൊടുക്കുമെന്നാണ് പറയുന്നത്. ഞാൻ വളരെ കൃത്യമായി പറയട്ടെ, ഇവിടുത്തെ മുസ്ലിം നാമധാരികളായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ കൃത്യമായി അത് പള്ളികളിലായാലും നിങ്ങളുടെ ജമാഅത്തുകളിലായാലും നിങ്ങളുടെ പാർട്ടികളിലായാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്, എല്ലാ പാർട്ടികളും സമസ്തയായാലും എല്ലാവരും ഭീകരതയെ തള്ളിപ്പറയുന്ന മുസ്ലിം സഹോദരങ്ങളായിട്ടുള്ള ആരെങ്കിലും ഭീകരതയുടെ പുറത്ത് പോവുകയാണെങ്കിൽ അത് നിരോധിക്കപ്പെട്ട പാർട്ടിയുടെ പുറത്ത് വേണം. ഇപ്പോൾ PFI പോലുള്ളതിനെ നിരോധിച്ചിരിക്കുകയാണ്. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചിരിക്കുന്നു, SDP നിരോധിച്ചിരിക്കുന്നു.